ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ 5-ാം മാസം അറിയിക്കാൻ പോക്കാട്ടോ. ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെയാണ് 5-ാം മാസം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അറിയിക്കാൻ പോകും. അപ്പം രാവിലെ ആയിരുന്നു എല്ലാവരും ഇവിടുന്ന് പോകാൻ റെഡിയാകുമായിരുന്നു കേട്ടോ. അപ്പം രാവിലെ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്നായിരുന്നു. അതുകൊണ്ട് രാവിലെ എല്ലാവർക്കും നമ്മൾ കാപ്പ് റെഡിയാക്കിയിരുന്നു കേട്ടോ. എല്ലാവരും വന്നു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങി. അപ്പം ഇതാരാന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നല്ലോ, നമ്മുടെ മറ്റൊരു യൂട്യൂബ്. അപ്പം അങ്ങനെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങ് റോഡിലാട്ടോ വണ്ടി വന്ന് കിടക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും കൂടെ നടന്ന് അങ്ങോട്ട് പോകണം. അപ്പം ബാക്കി ഇവർ കൊല്ലത്തെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന ഞാനും ഏട്ടനും കൂടെ നേരെ മാളിലേക്ക് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ ഓഫറുകളും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അങ്ങനെ എല്ലാം കറങ്ങി തിരിഞ്ഞ് കണ്ട് ഞങ്ങളൊരു പിസ്സയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് എന്തോ ഒരു ഐറ്റം അതും കഴിച്ചു. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് വെളി വന്നു കേട്ടോ. അവരങ്ങ് കൊല്ലത്തെത്തിയെന്നും പറഞ്ഞു. അവിടെ അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ മാമിമാരും അമ്മാമ്മമാരും പിന്നെ എൻ്റെ കുറച്ച് അനിയത്തിമാരും ചേട്ടന്മാരും ഒക്കെ കേട്ടോ. പിന്നെ മാവേലിക്കരയിൽ നിന്ന് അപ്പാടെ പെങ്ങന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ഇവരെല്ലാവർക്കും സദ്യയായിരുന്നു കേട്ടോ ഒരുക്കിയിരുന്നു. അപ്പം ഇവിടുത്തെ അമ്മ ചെന്നിട്ട് അവിടെ പറഞ്ഞു മോള് 5 മാസം ഗർഭിണിയാണ്. അത്ര തന്നെ കേട്ടോ അവിടുത്തെ ചടങ്ങ്. അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു അവർ തിരിച്ചു വന്നു. അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ ഒരു കരോളും വന്നു. അതങ്ങനെയുണ്ട് ഞങ്ങൾ ഉറക്കമായി. അപ്പം ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.